നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങളാണ് കയർ മേഖല തകരാൻ കാരണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീക രാജു. സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രദർശന വാഹനത്തിന്റെ പര്യടനം ആരംഭിച്ചു. വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ആവശ്യവുമായി വനിതാ സംഘടന രംഗത്ത്. ഈ വിഷയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വളഞ്ഞവഴി ബീച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. ഇസ്ലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ സർക്കാരിന്റെ വിപുലമായ നയങ്ങളാണ് കയർ മേഖല തകരാൻ കാരണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീക രാജു അഭിപ്രായപ്പെട്ടു. സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങൾ കൊണ്ട് തകർന്നുപോയ മേഖലയാണ് കയർ മേഖലയെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീക രാജു അഭിപ്രായപ്പെട്ടു. കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീഴിലെ കയർ ഉൽപ്പന്ന സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കയർ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റീക രാജു. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ കയർ മേഖല തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം. ഈ കയർ കോർപ്പറേഷന്റെ ഈ കോമ്പൗണ്ടിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വിവിധങ്ങളായ കയറുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഉദ്ഘാടനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ കയർ വകുപ്പ് നേതൃത്വം നൽകുന്ന P. രാജീവ് എന്ന മന്ത്രി ഇവിടെ വന്ന് വിവിധ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കയർ മേഖലയിലുള്ള ആളുകളോട്, കയർ തൊഴിലാളികളോട് ഏതെങ്കിലും രീതിയിലുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പോൾ കയർ മേഖലയിലൂടെ കടന്നു വന്നിട്ടുള്ള കയർ മേഖലയെ പറ്റി അറിയാവുന്ന, കയറിനെ അറിയാവുന്ന, നാടിനെ അറിയാവുന്ന, തൊഴിലാളികളെ അറിയാവുന്ന നേതാക്കന്മാർ കയർ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോൾ അവർ കാണിച്ചിട്ടുള്ള അനുഭാവവും മുതലാളിമാർക്ക് കുടപിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു മന്ത്രി ഈ നാട് ഭരിക്കുമ്പോൾ ഇപ്രകാരം കയർ വകുപ്പ് ഒരു വീഴ്ചയിലേക്ക് വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. സംഘങ്ങൾക്ക് നൽകുവാനുള്ള ബിൽ കുടിശ്ശിക എത്രയും വേഗം നൽകുക, പരമ്പരാഗത കയറുൽപ്പന്ന ഓർഡർ വിതരണത്തിലെ രാഷ്ട്രീയ പക്ഷാഭേദം അവസാനിപ്പിക്കുക, MDA കുടിശ്ശിക തീർത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KR രാജേന്ദ്ര പ്രസാദ് ഉപവാസ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ നേതാക്കളായ M. അനിൽകുമാർ, TS ബാഹുലയൻ, KP ആഘോഷ് കുമാർ, MG സാബു, PJ സേവ്യർ, KD പുഷ്കരൻ, കൃഷ്ണപ്രസാദ്, ശശികുട്ടൻ, CR രാജേഷ്, പൊന്നപ്പൻ എന്നിവർ സംബന്ധിച്ചു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രദർശന വാഹനത്തിന്റെ പര്യടനം ആരംഭിച്ചു. പര്യടന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. ഹെൽത്ത് കേരള ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രദർശന വാഹനം പ്രയാണം ആരംഭിച്ചു. അസുഖങ്ങളെ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി ദേശീയ ആരോഗ്യ ദൌത്യം ബോധവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷയരോഗ, ക്യാൻസർ രോഗ സ്ക്രീനിംഗ്, സ്ത്രീകളിലെ രക്തത്തിന്റെ അളവുൾപ്പെടെ വെൽനസ് ക്ലിനിക്കുകൾ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലുമെത്തി സംഘടിപ്പിക്കും. ഒപ്പം ആയുഷ് വകുപ്പിന്റെ സഹകരണത്തോടെ യോഗ സെഷനുകളും നടത്തും. വലിയമരം നഗര ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ അമ്പലപ്പുഴ MLA ഇസ്ലാം ചടങ്ങിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യം ബോധവൽക്കരണ വിഭാഗം കൺസൾട്ടന്റ് ആഗ്നസ് ജോസഫ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മെർലി ആൻഡ് മാത്യു, ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു കാര്യമാണ്. ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിലേക്ക് വരുന്ന രണ്ട് കാര്യം നമ്മുടെ എഡ്യൂക്കേഷനും ഹെൽത്തുമാണ്. ഈ രണ്ട് കാര്യത്തിൽ നമ്മുടെ കേരളം ആർജിച്ച നേട്ടം അത് പതിറ്റാണ്ടുകളായി നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത്തരമൊരു മികവിലേക്ക് സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ളത്. ആരോഗ്യരംഗത്ത് എല്ലാ നിലയ്ക്കും മുന്നിലാണെന്ന് പറയുമ്പോഴും സമീപ സമയത്ത് നമുക്കുണ്ടായ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗത്തിൽ കേരളം ഒന്നാമതെത്തി എന്നുള്ളതാണ്. ആ ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ജീവിത രീതികൾ വരുന്ന വ്യത്യാസമാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതിന്റെ കണക്റ്റഡ് ആയി വരുന്ന ധാരാളം മറ്റ് അസുഖങ്ങളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ പൊതുവെ നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ നാട്ടിലിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ആവശ്യവുമായി വനിതാ സംഘടന രംഗത്ത്. ഈ വിഷയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നത്. കേരളം വളരെ എല്ലാ കാര്യത്തിലും മുൻപിൽ നിൽക്കുന്നെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇന്ന് കേരള നിയമസഭയിൽ നിയമനിർമ്മാണ സഭകളിൽ നമുക്ക് കേവലം 8% മാത്രമേ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സംഘടന അല്ലെങ്കിൽ ഈ ചർച്ച മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം എന്ന് പറയുന്നത് 50% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകുക എന്നുള്ളതാണ്. 30% പറയുന്നത് ജനസംഖ്യാനുപാതിക സംവരണം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ നമ്മളിപ്പം തുല്യതയാണ് നമ്മൾ ഇപ്പം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്തൊരു 5 സ്ലോഗനും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. മിനിമം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 33% സീറ്റുകളിൽ സ്ത്രീകളെ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്കിപ്പം വളരെ ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കേരളത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം അവർക്ക് യാതൊരു തരത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും സ്ത്രീ പ്രാതിനിധ്യവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 7 ഉച്ചയ്ക്ക് ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മോളി ജേക്കബ് ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പുകളിൽ 33% സ്ത്രീകളെ മത്സരിപ്പിക്കുക, അടുത്ത നിയമസഭയിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഉണ്ടാവുക, 3/1 മന്ത്രിസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകുക, അടുത്ത മുഖ്യമന്ത്രി സ്ത്രീയാവുക, സ്ത്രീ പീഡനക്കാർക്ക് സീറ്റ് നൽകാതിരിക്കുക എന്നീ കാര്യങ്ങൾ ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രോഗ്രാം കൺവീനർ ഗീത തങ്കമണി, വി കെ സോണി, ഓമന, സോഫി, വിനോദിനി, സുവർണകുമാരി, ക്ലാരമ്മ പീറ്റർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വളഞ്ഞവഴി ബീച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് BMTC നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. അമ്പലപ്പുഴ MLA ജുസ്ര റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കോൺട്രാക്ടർ തന്നെ ആ കേടുപാട് തീർത്തു കൊടുക്കണം എന്ന കണ്ടീഷനോട് കൂടിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. നമ്മുടെ ഈ പരിസരത്ത് മിക്കവാറും റോഡുകളൊക്കെ അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് പ്രധാന റോഡ് മാത്രമല്ല, ഉൾപ്രദേശത്തെ വാർഡുകൾക്കകത്തുള്ള റോഡുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിത് ഇത്രയും റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അത് ഓരോ ഘട്ടമായി സർക്കാരിനെ സമീപിച്ച് സർക്കാരിന് കത്തുകൊടുത്ത് പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ച് അങ്ങനെ ഏതെല്ലാം ഹെഡിലൂടെ നമുക്ക് പൈസ ലഭ്യമാക്കാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെയാണിത് ഓരോ വർക്കുകളും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതുവരെയും ഞാൻ MLA ആയി ചുമതലയേറ്റതിനു ശേഷം ഏതാണ്ട് 112 റോഡുകൾ പണിത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് 90% റോഡുകളും BMTC നിലവാരത്തിൽ നിർമ്മിച്ച റോഡുകളാണ്. അത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, റീബിൽഡ് കേരള ഫണ്ടുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. വളഞ്ഞവഴി ജംഗ്ഷൻ ബീച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ഏറെ നാളായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം അനുഭവപ്പെട്ടിരുന്ന റോഡ് 86 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നത്. മണ്ഡലത്തിൽ പുതുതായി നിർമ്മിക്കുന്ന 13 റോഡുകൾക്കായി 10.41 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വളഞ്ഞവഴി ജംഗ്ഷൻ ബീച്ച് റോഡ് 650 മീറ്ററോളം നീളത്തിലും 5.5 മീറ്റർ വീതിയിലും BMTC നിലവാരത്തിലാണ് പൂർത്തിയാക്കുക. സ്റ്റഡുകൾ, റോഡ് മാർക്കിങ്ങുകൾ, ദിശാസൂചികകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M മനീഷ്, അംഗങ്ങളായ T ഷാജിമോൻ, സീനിയ ഷിഹാബ്, A ഓമനക്കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ P ശശി, ഷഹീറ ബഷീഷ്, ധന്യ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങളാണ് കയർ മേഖല തകരാൻ കാരണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീക രാജു. സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രദർശന വാഹനത്തിന്റെ പര്യടനം ആരംഭിച്ചു.
വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ആവശ്യവുമായി വനിതാ സംഘടന രംഗത്ത്. ഈ വിഷയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വളഞ്ഞവഴി ബീച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. ഇസ്ലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങളാണ് കയർ മേഖല തകരാൻ കാരണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീക രാജു സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രദർശന വാഹനത്തിന്റെ പര്യടനം ആരംഭിച്ചു. വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് അമ്പലപ്പുഴ MLA ഇസ്ലാം നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം 50% ആവശ്യവുമായി വനിതാ സംഘടന രംഗത്ത്. ഈ വിഷയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. വളഞ്ഞവഴി ബീച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 86 ലക്ഷം രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. ഇസ്ലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു.